അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള പച്ചടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ എപ്പോഴും നാടൻ തന്നെ ഉണ്ടാക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പച്ചടിയും കൂടെ ഉണ്ടാക്കിക്കൂടെ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തവണ ഓണത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം വരുന്നില്ല, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തവരാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യുക ഓൾ തന്നെയാണോ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇതേ ആദ്യം തന്നെ നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിളാണ്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം. പൈനാപ്പിൾ വേവാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് അടച്ച് വെച്ച് അവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പുണ്ടാക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതിയാവും. കാരണം ഈ കറിക്ക് ഒത്തിരി അങ്ങോട്ട് എരിവ് വരാൻ പാടില്ല. എരിവില്ലാത്തതാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുക്, അതേപോലെ 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നല്ല പോലെ ഇത് അരച്ചെടുക്കണം. ദേ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഒരു 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് നമുക്ക് അടച്ച് വെച്ച് ഇതും കൂടെ ഒന്ന് വേവിക്കുക. രണ്ടും നല്ല പോലെ സോഫ്റ്റ് ആവണം, എന്നാൽ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി പിശുക്കിയതാണ്, ഒരു പിടിയൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടിയോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആവുകയുള്ളൂ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം ഇത് വേവാൻ വേണ്ടി ഇച്ചിരിയും കൂടെ സമയം എടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഇത് വേവുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിടി കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ തേങ്ങ ചേർക്കാനായിട്ട്. കറുത്ത മുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം വേവിക്കരുത്. അപ്പം മുന്തിരിയുടെ കളറും മാറും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പം തേങ്ങ നല്ലപോലെ മിക്സ് ചെയ്യാം, മുന്തിരി ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഇപ്പം തേങ്ങ ഇവിടെ തിള പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അതിൽ കുഴപ്പമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചെയ്യുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കിടിലൻ പച്ചടിയാണ്. ഞാൻ ഇതിന് മുമ്പ് ബീട്രൂട്ട് പച്ചടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരു വെറൈറ്റിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഓണത്തിന് എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ തന്നെ നാളെ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.